Hi, hello, assalamu alaikum. Welcome back to my YouTube channel. Hope you all guys are fine and good. അപ്പോൾ എല്ലാവരും ആരോഗ്യത്തോടെയും സന്തോഷത്തോടെ ഒക്കെ ഇരിക്കുകയാണെന്ന് വിശ്വസിക്കുകയാണ്. ഇന്ന് ഞാൻ നിങ്ങളുടെ അടുത്ത് ഒരു പ്രോഡക്റ്റ് ഞാൻ കാലങ്ങളായിട്ടെന്ന് പറയുന്നില്ല, ഒരു 2 to 3 years ആയിട്ട് എനിക്ക് യൂസ് ചെയ്തിട്ട് ഉള്ള ഒരു റിവ്യൂ, ഒരു പ്രോഡക്റ്റിനെ കുറിച്ച് പറയാനാണ് ഞാൻ നിങ്ങളുടെ അടുത്ത് വന്നിരിക്കുന്നത്. ബിഫോർ ദാറ്റ് ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക. അതുപോലെ തന്നെ പ്രോഡക്റ്റ് ഓയിൽ വേണ്ടവർ ഈ നമ്പറിൽ കോൺടാക്റ്റും ചെയ്യുക. ഓക്കെ, മാർവാസ് ഫേസ് ബ്രൈറ്റനിങ് ഓയിലായാലും ഹെയർ ഓയിലായാലും ഈ നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതി. അപ്പോൾ ചാനൽ കഴിയുന്നതും സ്കിപ്പ് ചെയ്യാതെ കാണുക, എന്നാൽ മാത്രമാണ് നിങ്ങൾക്ക് ഡീറ്റെയിൽ ആയിട്ട് മനസ്സിലാവുള്ളൂ. ഡി കൺസ്ട്രക്റ്റിൻ്റെ വിറ്റാമിൻ സി കാണുന്നില്ലേ? ഡി കൺസ്ട്രക്റ്റിൻ്റെ വിറ്റാമിൻ സി ആൻഡ് ഫെറോലിക് ആസിഡ് സിറം, ഇതാണ് ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്തുന്നത്. അതും ഓയിലി സ്കിന്നുകാരും കോമ്പിനേഷൻ സ്കിന്നുള്ളവരും ആണെങ്കിൽ ധൈര്യമായിട്ട് പ്രോഡക്റ്റ് വാങ്ങിക്കോളൂ. അതുപോലെ തന്നെ ഡ്രൈ സ്കിന്നിനുള്ളവർ വാങ്ങിക്കേണ്ട എന്ന് പറയുന്നില്ല, അവർക്കും റിസൾട്ട് ഉണ്ട്. അപ്പോൾ ഇത് ഒരു സിറം യൂസ് ചെയ്യുമ്പോൾ ഉള്ള ഒരു റിസൾട്ട് എന്തൊക്കെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്കൊരു ചെറിയ ഗ്ലോ വരും ഫേസിന്. നല്ല രീതിയിലുള്ള ഒരു ഗ്ലോ അല്ല, അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു ഗ്ലോ വരും. മെയിനായിട്ട് പറയുകയാണെങ്കിലും നമ്മുടെ ഫേസിൽ എന്തെങ്കിലും മാർക്കുകൾ ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ ചുളിവുകൾ ഉണ്ടെങ്കിൽ, അതല്ലെങ്കിൽ എന്തെങ്കിലും ഇതൊക്കെ ഉണ്ടെങ്കിൽ നമുക്കിത് പോയി കിട്ടും. വേറൊരു കാര്യം, നമ്മളൊരു 30 ഏജ് കഴിഞ്ഞാൽ, അല്ലെങ്കിൽ നമ്മൾ പറയും നമ്മളുടെ വയറിന് നമ്മൾ വിശക്കുമ്പോൾ ഫുഡ് കഴിക്കുന്നു, വയറിന് തീറ്റ കൊടുക്കും, അതായത് നമുക്ക് തീറ്റ നമ്മൾ കൊടുക്കുന്നില്ല ഓരോ സമയത്തും. അതുപോലെ തന്നെ നമ്മളുടെ സ്കിന്നിന് നമ്മൾ ഡെയിലി കുളിക്കുന്നതിന് ഒരു കാരണമുണ്ട്. തലയിൽ എന്തിനാണ് നമ്മൾ എണ്ണ ഇടുന്നത്? ഇതൊക്കെ നമ്മൾ ഇപ്പോൾ തലയിൽ എണ്ണ ഇടുന്നുണ്ടെങ്കിൽ ആ തലയുടെ സ്കാൾപ്പിന് നമ്മളൊരു ഭക്ഷണം കൊടുക്കുകയാണ്. ഭക്ഷണം കൊടുക്കാതായി കഴിഞ്ഞാൽ ഇപ്പോൾ എണ്ണ ഇടാത്ത ആളുകളുടെ തലയ്ക്ക് എന്താ സംഭവിക്കുന്നത്, മുടിക്ക് എന്താ സംഭവിക്കുന്നത്? അതുപോലെ തന്നെയാണ് നമ്മുടെ സ്കിന്നിന് നമ്മളൊരു ഭക്ഷണം, ചോറ് പോലെ നമ്മൾ എന്തെങ്കിലും കൊടുക്കണം. അങ്ങനെ യൂസ് ചെയ്യുന്ന പ്രോഡക്റ്റാണ് വിറ്റാമിൻ സിയുടെ ഈ ഒരു സിറവും അതുപോലെ തന്നെ മോയ്സ്ചറൈസർ. ഇതൊക്കെ നമ്മൾ യൂസ് ചെയ്താൽ കിട്ടുന്ന, നമ്മൾ അതിന് കൊടുക്കുന്ന ഒരു ഭക്ഷണം പോലെയാണ് ഇത്. അപ്പോൾ നമ്മളിപ്പം ഞാൻ നിങ്ങളുടെ അടുത്ത് പറയുന്നുണ്ട്, ഫുഡ് അതായത് ഇൻടേക്ക് വളരെ പ്രധാനമാണ് നമ്മളുടെ സ്കിന്നിന് എന്ന് പറയുന്നത്. അതുപോലെ തന്നെ നമ്മളിപ്പോൾ ചെടിക്ക് വെള്ളം ഒഴിക്കുമ്പോൾ, ഞാൻ ഒരുപാട് വീഡിയോസിൽ ഇത് പറഞ്ഞിട്ടുണ്ട്, വെള്ളം ഒഴിക്കുമ്പം ആ ചെടി എത്രത്തോളം ഫ്രഷ് ആയിട്ടാണ്, എത്രത്തോളം ഇതായിട്ടാണ് വളർന്നു വരുന്നത്. അതുപോലെ തന്നെയാണ് നമുക്ക് വെള്ളം കുടിക്കുമ്പോൾ നമ്മുടെ സ്കിന്നിന് ഒരു ഹൈഡ്രേറ്റഡ് ആയിട്ട് നിൽക്കും. ദ സെയിം സിറം യൂസ് ചെയ്താൽ, മോയ്സ്ചറൈസർ യൂസ് ചെയ്താലൊക്കെ കിട്ടുന്ന റിസൾട്ട് അതുപോലെ തന്നെയാണ്. അതായത് നമ്മൾ ഇപ്പം നോമ്പ് നോറ്റാൽ നമ്മൾ ഭയങ്കര ക്ഷീണിച്ചിട്ടായിട്ട് ഉണ്ടായിരിക്കും. അതേ സ്ഥാനത്ത് അങ്ങനെ ക്ഷീണിച്ചു എന്നല്ല കേട്ടോ പറയുന്നത്. നോമ്പ് നോൽക്കുന്നതും ആരോഗ്യപരമായിട്ട് നമുക്ക് നല്ലത് തന്നെയാണ്. അതല്ല, നമ്മളിപ്പോൾ ഒരു നേരത്തെ ഫുഡ് സ്കിപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ആകെ ക്ഷീണിച്ചിട്ടായിരിക്കും ആ വ്യക്തിയെ നമ്മൾ കാണുന്നത്. അതുപോലെ തന്നെ നമ്മൾ നല്ല പ്രോപ്പറായിട്ട് ഫുഡ് കഴിക്കുന്ന ആൾ നല്ല ഒരു ഉഷാർ, ഒരു പ്രസന്നത ഉണ്ടാകും അവരുടെ ഫേസിൽ കാണാൻ. ഞാനിപ്പോൾ ഈ സിറം എന്തിന് യൂസ് ചെയ്യുന്നു എന്ന് ചോദിച്ചിട്ടുള്ളവർക്കുള്ള ഒരു മറുപടിയാണ്. ആ ഒരു പ്രസന്നത, ആ ഒരു ഇത് നമുക്ക് ഇങ്ങനെയുള്ള പ്രോഡക്റ്റ് യൂസ് ചെയ്യുമ്പോൾ കിട്ടും. പിന്നെ ഇതിൻ്റെ വില, ഞാനിത് വാങ്ങിച്ചത് പല ടൈമിലും, ഇപ്പോൾ ഓൺലൈനിൽ നമ്മളൊരു പ്രോഡക്റ്റ് വാങ്ങിക്കുമ്പം ഇതിപ്പോൾ ഞാൻ വാങ്ങിച്ചത് 465 രൂപയ്ക്കാണ്. ചില സമയത്ത് നോക്കുമ്പോൾ 460 ആയിരിക്കും, ചില സമയത്ത് വാങ്ങിക്കുമ്പോൾ 495 ആയിരിക്കും. അപ്പോൾ ഏകദേശം 450 അല്ലെങ്കിൽ 400 to 500 ഇടയിലാണ്. 20 ml ആണ് ഞാൻ വാങ്ങിച്ചത് കേട്ടോ. 30 ml ഇത് വരുന്നുണ്ട്. ഈ 20 ml തന്നെ നിങ്ങൾക്ക് ഡെയിലി ബേസിസിൽ യൂസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഒരു 1.5 month to 2 month വരെ നിങ്ങൾക്കിത് നിൽക്കും. പിന്നെ ഇത് സൈഡ് എഫക്ട്സ് ഉണ്ടോ വെച്ചിട്ടുണ്ടെങ്കിൽ യാതൊരു രീതിയിലുള്ള സൈഡ് എഫക്ട്സും എനിക്ക് ഇതുവരെ ഫീൽ ചെയ്തിട്ടില്ല ഇത്രയും കാലത്തെ യൂസേജിൽ. പിന്നെ ഇത് യൂസ് ചെയ്യേണ്ട വിധം 2 times വേണമെങ്കിൽ നമുക്ക് യൂസ് ചെയ്യാം. ഞാൻ ജസ്റ്റ് ഡെയിലി ബേസിസിലൊന്നും യൂസ് ചെയ്യുന്നില്ല, കാരണം ഞാൻ എൻ്റെ ഫേസ് ഓയിൽ തന്നെയാണ് 90% ഫേസിൽ അപ്ലൈ ചെയ്യാറുള്ളൂ. വേറെ പ്രോഡക്ട്സിനൊക്കെ 10% ഇമ്പോർട്ടൻസ് ഞാൻ കൊടുക്കാറുള്ളൂ. അപ്പോൾ എൻ്റെ അടുത്ത് ഈ എൻക്വയറി ആയിട്ട് വരും, ഏത് സിറാണ് നല്ലത് മാഡം, അല്ലെങ്കിൽ ഏത് മോയ്സ്ചറൈസർ ക്രീമാണ് നല്ലത്, മോയ്സ്ചറൈസർ ലോഷനാണ് നല്ലതെന്നൊക്കെ ചോദിച്ചിട്ട്. അപ്പോൾ അവർക്ക് വേണ്ടിയിട്ടാണ് ഞാൻ യൂസ് ചെയ്യുന്ന ഈ പ്രോഡക്റ്റ്. ഞാനിപ്പോൾ ഇത് ആഴ്ചയിൽ ചിലപ്പം ഒരു 2 ദിവസം അല്ലെങ്കിൽ 3 ദിവസമൊക്കെ യൂസ് ചെയ്യുന്നുള്ളൂ. വാങ്ങിച്ച തുടക്കത്തിൽ ഞാൻ ഡെയിലി ബേസിസിൽ ഒരു മാസം യൂസ് ചെയ്തിരുന്നു, കാരണം ഇതിൻ്റെ റിസൾട്ട് എങ്ങനെയാണെന്ന് അറിയാൻ വേണ്ടിയിട്ട്. അപ്പം ഇത് ഞാൻ ആഴ്ചയിൽ ഒരു 2-3 ദിവസമായിട്ട് ജസ്റ്റ് ചില സമയത്ത് രാത്രി കിടക്കുന്ന സമയത്ത് അപ്ലൈ ചെയ്തിട്ട് കിടക്കും, അല്ലെങ്കിൽ പകൽ സമയത്ത് നമ്മൾ അപ്ലൈ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ 5 നേരം ഈ ഒതു എടുക്കുന്ന സമയത്ത് ഇത് മുഖത്തുനിന്ന് അങ്ങ് പോയി പോകും. അതുകൊണ്ട് തന്നെ ഞാൻ അധികവും രാത്രി ജസ്റ്റ് ഒന്ന് അപ്ലൈ ചെയ്തിട്ട് കിടക്കും. പിന്നെ ഇതിനിങ്ങനെ ഒരു പാക്കേജിങ് ആണ് വരുന്നത്, കണ്ടോ? ഇതെങ്ങനെയാണ് വരുന്നത്, ഇതിങ്ങനെ അപ്ലൈ ചെയ്ത് കൊടുക്കുക. പിന്നെ ഇതിങ്ങനെ പ്രസ് ചെയ്തിട്ടാണ് നമുക്ക് പ്രോഡക്റ്റ് കിട്ടുന്നത്. ഭയങ്കരമായിട്ട് ഞാൻ വെറുതെ പ്രസ് ചെയ്തിട്ട് ഇത് കാണിച്ചു തന്നിട്ടുണ്ടെങ്കിൽ എൻ്റെ പ്രോഡക്റ്റ് വെറുതെ നഷ്ടമാവില്ലേ. അപ്പോൾ കുറച്ചൊക്കെ പിശുക്കിയാട്ടോ ഞാൻ.
അപ്പോൾ ഇത് നമ്മൾ ഈ ഇത് പ്രസ് ചെയ്ത് കണ്ട് എടുക്കുന്ന സമയത്ത് നമുക്കിത് ഭയങ്കര ഒരു വാട്ടറി ടെക്സ്ചറാണ്. അതുകൊണ്ട് തന്നെ ഓയിലി സ്കിന്നുകാർക്ക് ഇത് യൂസ് ചെയ്യുമ്പം ഒരു എന്താ പറയുക ഓയിലി ടെക്സ്ചറായിട്ട് നമ്മുടെ ഫേസിൽ ഫീൽ ചെയ്യില്ല. എൻ്റെത് കംപ്ലീറ്റ്ലി ഓയിലി സ്കിന്നാണ്. അപ്പം നമുക്കിത് നല്ലപോലെ സ്പ്രെഡ് ആക്കാനും പറ്റും. ജസ്റ്റ് 2 സ്ക്യൂസിങ് മതി. വേണമെങ്കിൽ കാണിക്കാം. ഇത് കണ്ടോ, വെള്ളം പോലെയാണ് നിങ്ങൾക്ക് കാണാം. കണ്ടോ, ഇതിപ്പോൾ ഞാൻ അപ്ലൈ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾ കാണുന്നുണ്ടോ, ഒരു വാട്ടറി ടെക്സ്ചർ മാത്രമേ നമുക്ക് ഫീൽ ചെയ്യത്തുള്ളൂ. ഞാൻ സ്ക്രീനിലോട്ട് നോക്കുമ്പം ക്യാമറയിലോട്ടല്ല കേട്ടോ വരിക. അതുകൊണ്ടാണ് ഞാൻ കണ്ടോ അപ്ലൈ. ഒരു മിനിറ്റ്, അപ്പം മുഴുവനായിട്ട് അപ്ലൈ ചെയ്യുന്നില്ല. ഹിജാബ് ഇട്ടുകൊണ്ട് എനിക്ക് പ്രോപ്പറായിട്ട് കിട്ടില്ല. ഞാൻ കണ്ണിൻ്റെ മേലെയും താഴെയൊക്കെ തേക്കാറുള്ളൂ കേട്ടോ. ഓക്കെ, ഇപ്പം ഞാനിത് അപ്ലൈ ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് അപ്ലൈ ചെയ്ത പോലെ തോന്നില്ല. അതുപോലെ തന്നെ മേക്കപ്പ് പുറത്ത് പോകുന്ന സമയത്ത് നിങ്ങൾ മേക്കപ്പ് ചെയ്ത് പുറത്ത് പോകുമ്പം ഈ ഒരു വിറ്റമിൻ സി സീറം നിങ്ങൾ അപ്ലൈ ചെയ്തിട്ട് ഒരു 10 മിനിറ്റ് കഴിഞ്ഞ് നിങ്ങൾ ഫൗണ്ടേഷനോ അല്ലെങ്കിൽ കോമ്പാക്റ്റോ യൂസ് ചെയ്യുകയാണെങ്കിലും നല്ല രീതിയിലുള്ള മാറ്റം നിങ്ങൾക്ക് ഫീൽ ചെയ്യും. ഓക്കെ, അപ്പോൾ ചോദിച്ചവർക്ക് വേണ്ടിയിട്ടാണ് ഈ വീഡിയോ. ഓയിലി സ്കിന്നുകാർക്ക് പറ്റിയ പ്രോഡക്റ്റാണ്. കാരണം ചില ആളുകൾക്ക് ഈ മാർവാസ് ഫേസ് ബ്രൈറ്റനിങ് പോലെയുള്ള എണ്ണകൾ യൂസ് ചെയ്യാൻ താല്പര്യം ഉണ്ടാവില്ല. കംപ്ലീറ്റ്ലി ഇങ്ങനത്തെ പാക്കഡ് ഐറ്റംസ് ആയിരിക്കും താല്പര്യം ഉണ്ടാവുക. അവർക്ക് വേണ്ടിയിട്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത്. നിങ്ങൾക്ക് ധൈര്യമായിട്ട് പ്രൊസീഡ് ചെയ്യാൻ പറ്റുന്ന നല്ലൊരു പ്രോഡക്റ്റാണ്, പ്രത്യേകിച്ച് ഓയിലി സ്കിൻ ആൻഡ് കോമ്പിനേഷൻ സ്കിന്നുകാർക്ക്. പിന്നെ ഈ ഒരു വിലയ്ക്ക് ഇത് വെർത്താണോ എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ യെസ്. കാരണം നിങ്ങൾക്ക് 2 മന്ത് വരെ നിങ്ങൾക്കിത് നിൽക്കും. പ്രോഡക്റ്റ് 20 ml 30 ml ആണെങ്കിൽ എങ്ങനെയാണ്, ഞാൻ ഇതുവരെ 30 ml വാങ്ങിച്ചിട്ടില്ല. സോ ട്രൈ ചെയ്ത് നോക്കൂ. ആൻഡ് ഇത് അപ്ലൈ ചെയ്യുന്ന രീതിയും ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തന്നു. നല്ലപോലെ അബ്സോർബ് ചെയ്യുന്ന രീതിയിൽ. ഇപ്പോൾ ഞാൻ അപ്ലൈ ചെയ്തപ്പോൾ ഇപ്പോൾ നോക്കൂ, നിങ്ങൾക്ക് ഞാൻ അപ്ലൈ ചെയ്തു നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? ഇല്ലല്ലോ. ഇതുപോലെ നിങ്ങൾക്ക് കാണിക്കും. പിന്നെന്താ, ഇത് ആമസോണിലും ഫ്ലിപ്കാർട്ടിലും ഒക്കെ അവൈലബിൾ ആണ്, വാങ്ങിക്കാം. അത്രയേ ഉള്ളൂ, വേറെ ഒന്നും പറയാനില്ല പ്രോഡക്റ്റിനെ കുറിച്ച്. ഏത് സ്കിൻ ടൈപ്പിന് യൂസ് ചെയ്യാം, വില എത്രയാണ്, എത്ര വരെ നിൽക്കും, ഇതിൻ്റെ ടെക്സ്ചർ എങ്ങനെയാണ്, എവിടെ നിന്ന് വാങ്ങിക്കാം, എല്ലാം ഞാൻ ഷെയർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ കമൻറ്റിൽ അറിയിക്കുക. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് വരുന്നവരെ ടാറ്റ ബൈ ബൈ, അസ്സലാമു അലൈക്കും. ആരോഗ്യത്തോടെയും സന്തോഷത്തോടെ ഇരിക്കുക.